20 രാജ്യങ്ങൾ 20 രാജ്യങ്ങൾ അടക്കി ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉമർ തങ്ങളെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചൊരു കാര്യമായിരുന്നു. ഒരുപാട് അന്യനാട്ടിൽ നിന്നൊക്കെ ഉമർ തങ്ങളുടെ അടുത്തേക്ക് റേഷൻ വാങ്ങാനായിട്ട്, അന്നുള്ള ഭക്ഷണം വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കടന്നു വരും. ആ കടന്നു വരുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്നത് ഉമർ തങ്ങളാണോ എന്നുള്ളത്, ഭരണാധികാരിയാണോ എന്നുള്ളത് പലർക്കും അറിയൂല. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നും ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. കരയുന്ന സമയത്ത് ഉമർ തങ്ങൾ വന്ന് പറയുന്നുണ്ട്, ഇതിന്റെ ഉമ്മ ആരാണ്, ഈ കുട്ടിയെ ഒന്ന് നോക്കി അതിന്റെ കരച്ചിൽ അകറ്റി എന്ന് പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. ഉമർ തങ്ങൾ ഇങ്ങനെ എല്ലാം ചുറ്റിയതിന് ശേഷം വീണ്ടും അവിടെ എത്തിയതിനു ശേഷം ആ കുട്ടി വീണ്ടും കരഞ്ഞോണ്ടിരിക്കാണ്. ആ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഗൗരവത്തിൽ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ ഉമ്മ ആരാണ്, ആ കുട്ടിയുടെ കരച്ചിലൊന്ന് നിർത്തുക എന്ന് പറയുന്ന സമയത്ത് മുമ്പിൽ നിൽക്കുന്നത് ഉമർ തങ്ങളാണോ എന്നറിയാതെ ആ ഉമ്മ പറയുന്നുണ്ട്, എന്റെ മകന് ശരിക്കും മുലകുടി മാറിയിട്ടില്ല. മുലകുടി മാറാത്ത കുട്ടികൾക്ക് ഇവിടെ നിന്നും റേഷൻ കൊടുക്കൂല എന്ന് ആരോ പറഞ്ഞു കേട്ട്, അതുകൊണ്ട് എന്റെ കുട്ടി മുലകുടി മാറുന്നത് വരെ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കാണ്. കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറയുന്ന സമയത്ത് ഉമർ തങ്ങൾ വളരെ വിഷമിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ മുമ്പിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവരോടും ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നു മുതൽ ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഉമറിന്റെ വക റേഷൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഭരണാധികാരിയുടെ നീതി അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ ഉമറാണ് ഉക്കാല ചന്തയെന്ന ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് കൊന്ന് അദ്ദേഹത്തിന്റെ വിരല് കഴുത്തിലിട്ട് തൂക്കി നടന്നത്. ആ ഉമർ തങ്ങൾ ഇങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഖുർആനിന്റെ വരികൾ അത്രത്തോളം പവർഫുൾ ആണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. ആരെയും മോശക്കാരായി ചിത്രീകരിക്കേണ്ട, ആരെയും നന്നാവൂല എന്ന് ചാപ്പ കുത്തണ്ട. കാരണം ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്ന് ഉറങ്ങുന്നത് റസൂലിന്റെ തൊട്ടടുത്ത്, റസൂലിന്റെ ചാരത്താണ്. അള്ളാഹു ഞങ്ങൾക്കെല്ലാം അതുപോലത്തെ ഒരു നീതിമാനായിട്ടുള്ള ഭരണാധികാരിയെ തരട്ടെ.